സുമിയെ എന്തോ ഇതെന്തു പരിപാടി ഇത്? എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് വന്നപ്പോ തൊട്ട് സാധനം കൈപ്പിടിച്ച താഴെ വെക്കോ? ഇത് കാത്തിരുന്ന് കിട്ടിയ ഒരു അടിപൊളി പ്ലാന്റാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുക, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഡെയിലി എന്നാണ് ചോദിക്കുന്ന ഒരു സാധനമാണ് കാലിബ്രോസ് അഥവാ നമ്മുടെ മില്യൺ ബെൽസ്. അങ്ങനെ ചോദിക്കാണ്ടിരിക്കുകയാണ് ഈ സാധനം. നോക്കിക്കേ, ഇതിന്റെ ഒരു ഭംഗിയൊക്കെ നോക്കിക്കേ. ഒരു രക്ഷയില്ല ചേട്ടാ. അതെ വൈറ്റ് ഒക്കെ കണ്ടോ? വൈറ്റിന്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ? പിന്നെ ഇത് നോക്കിക്കേ, പർപ്പിളൊക്കെ ഒരൊറ്റ പീസേ ഉള്ളു കേട്ടോ. പിന്നെ അതെ അതുപോലെ തന്നെ നമുക്കൊരു പിങ്ക് ഉണ്ട്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ നോക്കിക്കേ, അതെ ആ പർപ്പിളിന്റെ പോലത്തെ ഒരു പിങ്ക് വെരിഗേറ്റഡ് പോലെ ഉണ്ടോ? അടിപൊളി സാധനം കേട്ടോ. ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി. വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന ഇത്രയും മാത്രമേ നമുക്ക് സെയിലിനുള്ളൂ. ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക. ഒരുപാട് പേരുടെ ഡ്രീമാണ് ഒരു പ്ലാന്റ്. എന്താ പറയണത്, വിഷ് ലിസ്റ്റിലുള്ള ഒത്തിരി പേരുണ്ട്. കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഉള്ളതുപോലെയൊക്കെ എല്ലാവർക്കും തരാം. കളർ സെലക്ഷൻ ഒന്നും ഇല്ലല്ലേ? കളർ സെലക്ഷൻ ഇല്ല, കാരണം കൂടുതലും റാണി പിങ്ക് ആണ് വന്നേക്കുന്നത്. ആകെ ഒരു 5-6 കളർ മാത്രമേ വ്യത്യാസത്തിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരൊറ്റ സിംഗിൾ പീസാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പിങ്ക് കണ്ടോ, അത് നമുക്കൊരു സിംഗിൾ പീസേ വന്നിട്ടുള്ളൂ. അതുപോലെ ദാ ഈ ഒരു പർപ്പിളും നമുക്കൊരു സിംഗിൾ പീസേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ ഒരു റാണി പിങ്കാണ്, ഈ ഒരു കുഞ്ഞ പ്ലാന്റ്. പക്ഷെ ഒരു പൂമരം നിൽക്കും പോലെയാണ് കേട്ടോ ഇതിലെ പൂവ്. നിറയെ ചട്ടി നിറച്ച് വളർന്നു വരും. മിനി പെറ്റൂണിയ എന്ന് പറയും, മില്യൺ ബെൽസ് എന്ന് പറയും, കാലിബ്രോസ് എന്ന് പറയും. അങ്ങനെ കുറെ പേരുകളാണ്. പക്ഷെ ആള് ഭയങ്കര സുന്ദരിയാ, ഒരു രക്ഷയില്ല. വേറെ കോമഡി എന്ന് വെച്ചാലോ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, കളർ സെലക്ഷൻ എന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് കളർ സെലക്ഷന്റെ ആവശ്യമില്ല. ഏതെടുത്താലും അടിപൊളി, അസാധ്യ ഭംഗി. അസാധ്യ ഭംഗി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. എന്റെ അമ്മോ, സത്യം ചാഞ്ചേട്ടൻ പറഞ്ഞ പോലെ താഴെ വെക്കാൻ തോന്നത്തില്ല നമുക്ക്. ഇവിടെ താഴെ വെച്ച ദൈവമേ വല്ല എന്താ പറയണ ഒച്ച കടിക്കോ, ഇനി വല്ല എലി വന്ന് വെട്ടിക്കളോ, അങ്ങനെയൊക്കെ ടെൻഷനാ. ഞാൻ ഇന്നലെ ഷോപ്പിനകത്ത് വെച്ച് പൂട്ടിയിട്ടാ പോയത്. എന്റെ ഓഫീസിൽ വെച്ചോട്ട് ഇപ്പം തന്നെ ഇവിടെ വേറെ സാധനം ഇരിപ്പുണ്ടെന്ന് ഞാനെടുത്ത് മാറ്റി. എന്റെ എല്ലാ പ്രിയപ്പെട്ട അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇതെന്താണ്. അതെ അതെ അതെ. ഇന്ന് ഷോപ്പിൽ വന്ന പലരും കണ്ടിട്ടുണ്ടാവും. ഞാനിത് ഓഫീസിനകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചത്, ഇവിടെ വന്ന കുറച്ച് പേര് എന്നോട് ചോദിച്ചു എന്താണ് ഇത് അകത്ത് വെച്ചേക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇന്നലെ വന്നിട്ട് ഇന്ന് ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞ്. അതെ, ഇതാണ് സാധനം.